കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ വാലൻറ്റൈൻസ് ഡേ ആയിരുന്നു. അതെങ്ങനെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തെന്ന് കാണിച്ചു തരട്ടെ. ചിലപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ അവരെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഇന്നലെ ഞാൻ വളരെയധികം സന്തോഷിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ. കാരണം മറ്റൊന്നുമല്ല, എന്നും കുക്ക് ചെയ്യുന്ന എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് സെർവ് ചെയ്തു. അത് ചെറുതാണെങ്കിൽ പോലും അതിൻ്റെ ടേസ്റ്റ് ഡെലീഷ്യസ് ആയിരുന്നു. ലഞ്ചിന് ഞാൻ ടൊമാറ്റോ റൈസും ദെൻ കോളിഫ്ലവർ ഫ്രൈ ഒക്കെയാണ് ഉണ്ടാക്കിയത്. ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു. സോ ഒരു 7 o'clock അമ്പലം ഓപ്പൺ ചെയ്യാമെന്ന് നമ്മൾ ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടു. ഹസ്ബൻഡാണ് കേട്ടോ പ്ലാൻ ചെയ്തതുമെല്ലാം. അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞതും ഹസ്ബൻഡാണ്. ഞാൻ ഒന്നും ഇന്നലെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആവശ്യപ്പെടാതെ നമ്മളോട് ഇങ്ങോട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാവും. എല്ലാം ചെറിയ ചെറിയ എഫേർട്സാണ്, പക്ഷേ ഇതിലൊക്കെ നമുക്ക് വളരെയധികം സന്തോഷം കണ്ടെത്താനാവും. വാലൻറ്റൈൻസ് ഡേ ഫ്രൈഡേ തന്നെ വന്ന് ലാൻഡ് ചെയ്തു. അതെന്തോ ബ്ലെസ്സിങ് ആയി തോന്നി. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിങ്ങനെ പുറത്തു പോയി കുറച്ച് എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. ഇന്നലെ നമ്മൾ ഇറങ്ങിയ സ്റ്റോപ്പൊന്നും കുറച്ചധികം നടക്കേണ്ടി വന്നു. എനിക്ക് സത്യം പറഞ്ഞു വെച്ചാൽ ആ നടത്തം വളരെ ഇഷ്ടമായിട്ടോ. കാഴ്ചകളൊക്കെ കണ്ട് ആടിപ്പാടി കുറേ നേരം എടുത്തിട്ടാണ് നമ്മൾ അമ്പലത്തിലെത്തിയത്. ഏകദേശം ഒരു 20 minutes ഓഫ് വാക്കിംഗ് കഴിഞ്ഞു. പോകുന്ന വഴിക്ക് ഇതേപോലെ മനോഹരമായ കുറേ കാഴ്ചകൾ കണ്ടു. ഈ പെയിൻറ്റിങ് എന്താണോ എനിക്ക് വളരെ ഇഷ്ടമായി. നബീനെയാണിത് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് ഏട്ടൻ പറഞ്ഞത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് ആയി തോന്നി. പോകുന്ന വഴിക്ക് കണ്ടോ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു സ്ഥലം. ബഹ്റൈനിൽ ഇങ്ങനത്തെ കുറേ പ്ലേസസ് കാണാറുണ്ട് കേട്ടോ. അവിടെ അറബികളൊക്കെ വൈകുന്നേരം ഇരുന്ന് സൊറ പറഞ്ഞിരുന്ന് സംസാരിക്കുന്ന കാഴ്ചകളും ഞാൻ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്. നല്ല രസമല്ല ഈവനിങ്ങിൽ ഇങ്ങനെ പുറത്ത് വന്ന് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരിക്കാൻ ഫ്രണ്ട്സിനോടും ഫാമിലീനോടൊക്കെ. സോ ഇങ്ങനത്തെ കുറച്ച് പ്ലേസസ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പലം എത്തി. അമ്പലം വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. ശ്രീ അയ്യപ്പ ടെമ്പിൾ, സൽമാനിയെ സലേഹിയ എന്നുള്ള പ്ലേസിലാണ് ഈ അമ്പലം ഉള്ളത്. അവിടെ കണ്ടു ഒരു ആനയുടെ വലിയ സ്റ്റാച്യു. പിന്നെ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ മുൻവശം. നമുക്ക് അമ്പലത്തിൽ നിന്ന് ഫോട്ടോഗ്രാഫി ഒന്നും പറ്റില്ല, കാരണം സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് മറ്റെല്ലാ അമ്പലങ്ങളെ പോലെ തന്നെ. നിങ്ങൾ പുറത്തിറങ്ങി ഇതേപോലെ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈസ്തെറ്റിക്കലി നല്ല കാണാൻ രസമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ അത്. ആ ഒരു പ്ലേസിലുള്ള വീടുകളും അവിടെയുള്ള പൂകളും ഒക്കെ കാണാൻ എനിക്ക് എന്തോ സ്പെഷ്യൽ അട്രാക്ഷൻ തോന്നി. ഒരു ഡിഫറെൻ്റ് ഏരിയ ആയിരുന്നു, ലൈക്ക് എ കോളനി. ഒരു കോളനി വൈബായിരുന്നു അവിടെ. വളരെ നീറ്റായിരുന്നു കേട്ടോ. സോ ഈ ഒരു പ്ലേസ് എനിക്ക് വളരെ ഇഷ്ടമായി. നമുക്ക് ലിവ് ചെയ്യാൻ പറ്റുന്ന ഒക്കെ രീതിയിലുള്ള നല്ലൊരു സ്ഥലം, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. സോ കുറച്ച് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ താമസിക്കുന്ന ഏരിയ ഇത്തിരിയും കൂടി ബിസി ഏരിയയാണ് കേട്ടോ. കുറേ ഷോപ്സും എല്ലാം ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഈ ഏരിയ കുറച്ച് ഡിഫറെൻ്റ് ആയി തോന്നി. അവിടെ കണ്ടൊരു ബംഗ്ലാദേശി സ്കൂളാണ് കേട്ടോ. ഒരു കുഞ്ഞ് സ്കൂള്, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്കൂൾ പോലെ തോന്നി. വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു കുഞ്ഞ് സ്കൂളായിട്ട് തോന്നി. അപ്പോൾ ഇത്തരം കാഴ്ചകൾ എനിക്ക് നടക്കുമ്പോൾ ക്യാപ്ചർ ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. ഇത് അവളുള്ളൊരു കോൾഡ് സ്റ്റോർ, സ്ഥലത്തിൻ്റെ പേര് പഠിക്കാൻ വേണ്ടി ക്യാപ്ചർ ചെയ്തതാട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തെടുത്ത് ഞങ്ങളിങ്ങനെ നടന്നു. തൊഴുത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നടന്നു. അമ്പലത്തിൽ പോയത് കുറേ കാലത്തിന് ശേഷം. അപ്പോൾ 5 മാസമായി ബഹ്റൈനിൽ വന്നിട്ട്. സോ ഇതുവരെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എത്രയോ മാസങ്ങൾക്ക് ശേഷം പോകുമ്പോൾ നമുക്കതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. പ്രത്യേകിച്ച് അത് ലവേഴ്സ് ഡേയിൽ കൂടി ആകുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആയിട്ടോ. അതിനുശേഷം ഞങ്ങൾ സൽമാനിയയിലുള്ള ശ്രീനിവാസ പുട്ട് എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്, ഒരു റെസ്റ്റോറൻറ്റ്. അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഇന്നലെ ഞാൻ കഴിച്ചത് പുട്ടും ചിക്കൻ കറിയായിരുന്നു. യമ്മി ഡെലീഷ്യസ് ഫുഡായിരുന്നു. ഏട്ടൻ കഴിച്ചത് കിഴിപ്പൊറാട്ടയായിരുന്നു കേട്ടോ, ബീഫിൻ്റെ കിഴിപ്പൊറാട്ട. നല്ല ടേസ്റ്റായിരുന്നു പറഞ്ഞു ഏട്ടൻ. എനിക്ക് പുട്ടും ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ കഴിച്ചത്. Guys, so keep loving.